നമസ്കാരം. ഇന്നത്തെ റെസിപ്പി സദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് രസം. ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ വിഭവവുമായി വെൽക്കം ടു ദ വീഡിയോ. രസം ഉണ്ടാക്കുന്നതിന് ആവശ്യമായി പാൻ ചൂടായി കഴിഞ്ഞ ശേഷം ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അര ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഉലുവ 1/4 ടീസ്പൂൺ. സിമ്മിൽ വെച്ചതിന് ശേഷം 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ചതച്ചെടുത്ത ഇഞ്ചി ഒരു കഷ്ണം ചതച്ചതാണ്. വെളുത്തുള്ളി ചതച്ചത് ഒരു 6 അല്ലി ചതച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുത്തു. ചെറിയ ഉള്ളി ചതച്ചെടുത്തത് ഒരു 6 എണ്ണം. വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ചതച്ചത് എല്ലാം ഒരു ചുമപ്പ് കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റാം. ഓണസമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണല്ലോ രസം. അപ്പോൾ ഈ ഉള്ളി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഇതെല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി പീസാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ലേശം കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ചെയ്യും. അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ രസപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ചതച്ചെടുത്ത കുരുമുളക് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. അര ടീസ്പൂൺ കായപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി 15 ഗ്രാം പുളി ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്ത് അതിൽ 3 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കും. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കരയുടെ പീസ്, പുളി ഇതെല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. രസം തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് മല്ലിയില ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. രസം തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള രസം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുഡിനോടൊപ്പം സെർവ് ചെയ്യാം. ഓരോ പേഴ്സൺ ഉണ്ടാക്കുന്ന രസവും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഓരോ സ്ഥലത്തേക്ക് ഓരോ രീതിയിലായിരിക്കും. മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ടേസ്റ്റി ആയിട്ടുള്ള രസം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.